എതിർക്കാം, ആക്ഷേപിക്കാം, വിമർശിക്കാം. ഇതെല്ലാം അൾട്ടിമേറ്റ്ലി ഒരു പബ്ലിക് ഫിഗർ എന്ന നിലയിലും നിങ്ങൾ വോട്ട് നൽകി ജയിപ്പിച്ച ഒരു ഷോയുടെ വിന്നർ എന്ന നിലയിലും ഒക്കെ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷേ ഞാൻ എല്ലായ്പ്പോഴും പറയുന്നൊരു കാര്യം, ഈ നിങ്ങൾ വിമർശിക്കുമ്പോഴും ആ വിമർശനത്തിന് എന്തെങ്കിലും രീതിയിൽ ഒരു ചേഞ്ച് ഉണ്ടാവണമെങ്കിൽ, അതായത് ഒരാളൊരു തെറ്റ് ചെയ്തതിനെ തുടർന്ന് ആ തെറ്റിനെ ചൂണ്ടിക്കാണിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ ആ തെറ്റിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിമർശിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് തിരുത്താൻ കഴിയുന്നതാണ്. തിരുത്താൻ ഞാൻ ശ്രമിക്കുന്നു, ഞാൻ ചെയ്ത് തെറ്റുണ്ടെന്ന്. പക്ഷേ പതിയെ ആഘോഷത്തിന് വേണ്ടി, അതായത് കണ്ടന്റിന്റെ റീച്ചിന് വേണ്ടിയിട്ട് എന്തും കാണിക്കുന്ന ഒരു വിഭാഗം സോഷ്യൽ മീഡിയയിലുണ്ട്. ഈ വിഭാഗം നേരത്തെ റീച്ചിന് വേണ്ടി കാണിച്ചുകൊണ്ടിരുന്ന തുണിയച്ചിട്ടുള്ള ആട്ടലായിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി നേരെ, ഞാൻ ഒന്നാമത് നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ ഇപ്പോൾ പ്രചരിക്കുന്ന വീഡിയോ പോലും 1-2 മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്. അതിൽ പല ആൾക്കാരും പറയുമ്പോൾ പ്രസവത്തെ എൻജോയ് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത്. അത്ര കോമൺ സെൻസ് ഇല്ലാത്ത ഒരാളെന്നാണോ നിങ്ങൾ എന്നെക്കുറിച്ച് ധരിച്ചിരിച്ചത്? സത്യമായിട്ടും കോമൺ സെൻസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നെങ്കിൽ അമ്മാതിരി വിവരക്കേടെ വിളിച്ച് പറയത്തില്ലായിരുന്നല്ലോ. ഹായ്, അഖിൽമാരാറ് കൊടുത്തൊരു ഇൻ്റർവ്യൂ, പ്രസവത്തെ എൻജോയ് ചെയ്യുന്നു എന്ന് പറയുന്ന ആ ഇൻ്റർവ്യൂവിന് റിയാക്ഷൻ വീഡിയോസ് വന്നപ്പോൾ, അല്ലെങ്കിൽ അഖിൽമാരാറെ കളിയാക്കിക്കൊണ്ട് വീഡിയോസ് വന്നപ്പം അതിനൊരു എക്സ്പ്ലനേഷനോ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും പോരാഞ്ഞിട്ട് ഇപ്പോൾ ലൈവിൽ കൂടെ ഫാമിലീനെ വിളിച്ചിരുത്തി വന്നിട്ട് വെളുപ്പിക്കാൻ നോക്കിയതാണ്. പക്ഷേ വെളുപ്പിക്കാൻ നോക്കി വീണ്ടും എയറിലോട്ട് പോകുന്ന അവസ്ഥയാണ് ഈ കാണുന്നത്. ലക്ഷ്മി, ഇതിനു മുമ്പ് ഞാൻ ലക്ഷ്മിയും കൂടെ കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂകൾ അടർത്തിയെടുത്തിട്ട്, എടി നീ അങ്ങ് ഇവിടെ കിടന്ന് നരകിക്കുകയാണെന്നാണ്, കുടുംബമില്ലാത്ത, ഭർത്താക്കന്മാരെ റെസ്പെക്ട് ചെയ്യാത്ത, അച്ഛനെ അമ്മയെ റെസ്പെക്ട് ചെയ്യാത്ത, സ്വന്തം ജീവിതം മാത്രം നോക്കി ജീവിക്കുന്ന സോഷ്യൽ മീഡിയയിലെ കുറെ തെണ്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്റെ മക്കളെ, എന്റെ മക്കളും പറയും, എന്റെ ഭാര്യയും പറയും. ഞാൻ എന്തിനാണ് ഇവരെ ലൈവ് വിളിച്ചിരിക്കുന്നത് പോലും ആക്ച്വലി ഇവർക്ക് മനസ്സിലായി. അവർക്ക് മാത്രമല്ല, ഞങ്ങൾക്കും മനസ്സിലായിട്ടില്ല നിങ്ങൾ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റിന്റെ പേരിൽ എന്തിനാണ് അവരെ പിടിച്ച് ലൈവിൽ ഇരുത്തിയേക്കുന്നതെന്നുള്ളത്. എന്റെ മക്കൾ പറ, അച്ഛൻ എങ്ങനെയാണെന്ന് പറ. അച്ഛൻ ലക്ഷ്മി വഴക്ക് പറയാറുണ്ടോ? ഇല്ല. നീയാണോ പറയണ്ടത്? ഞാൻ പൊന്നിനോടോ? എന്റെ മക്കൾ പറ, അച്ഛൻ വഴക്ക് നീ എങ്ങനെ അരി വീട്ടില് പറ, നീ സത്യം പറഞ്ഞ അത് അറിയത്തു. നീ അവരോട് പറഞ്ഞാൽ മതി. പറയുന്ന ഏതെങ്കിലും ആൾക്കാരെ എടുത്ത് കണ്ടോളൂ, പറഞ്ഞു എന്തൊക്കെ പറഞ്ഞതിന്റെ ഏതെങ്കിലും മൂലയായിട്ട് ഇനി അതുകൊണ്ട് ഇവർ തമ്മിൽ ഹാപ്പിയാണ്, അടിപൊളിയാണ്, പരസ്പരം അണ്ടർസ്റ്റാൻഡിങ് ആണ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഇതിൻ്റെ ഇടയിൽ ഒരു വീഡിയോ ഇവർ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. ഇവർ തമ്മിൽ പരസ്പരം തല്ലി പിടിക്കുന്ന വീഡിയോ. ലക്ഷ്മി എന്ന് പറയുന്ന മാരാറുടെ വൈഫ് വന്നിട്ട് മാരാറിൻ്റെ കൂമ്പിനിട്ടിരിക്കുന്ന ഒരു വീഡിയോ. വല്ല ഇൻ്റർവ്യൂവിലോ മറ്റോ പോയിരുന്ന് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും, അപ്പോൾ ഏറിപ്പോവും. ആ ഏറിപ്പോയതിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇമാതിരി ഓരോ വൃത്തികേടുകൾ കാണിക്കും. എന്തൊരു അവസ്ഥയാണെന്ന് നോക്കണേ. ഉണ്ടെങ്കിൽ അവർ നിങ്ങളെ അറിയിക്കുന്ന സമയം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും സഹായം ഒക്കെ ചെയ്തു കൊടുക്കണം. അതല്ലാത്തടത്തോളം എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഭാര്യയോ എൻ്റെ മക്കളെയോ വെച്ച് നിങ്ങൾക്ക് കണ്ടന്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവരുടെ പേരിൽ നിനക്കൊക്കെ എതിരെ കേസ് കൊടുക്കും. 100%. കാര്യം ഒരു പെൺകുട്ടിയെ, ഒരു സ്ത്രീയെ നിങ്ങൾ ആക്ഷേപിക്കത്തക്ക ലക്ഷ്യത്തോട് കൂടിയിട്ട്, എനിക്കെതിരെ രാഷ്ട്രീയം കളിക്കത്തക്ക ലക്ഷ്യത്തോട് കൂടിയിട്ട് ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും ഒരുത്തി എൻ്റെ ഭാര്യയോ എൻ്റെ മക്കളുടെയോ പേരിൽ അവർക്ക് ഒരു തരിമ്പ് വിഷമം ഉണ്ടാക്കുന്ന ഒരു പണി ചെയ്ത് തന്നെ അതിൻ്റെ പേരിൽ ഇവിടെ ഏതെങ്കിലും ഒരു പോയിന്റിൽ എൻ്റെ ഭാര്യയോ എൻ്റെ മക്കളോ അവർക്ക് ഒരു വിഷമം തോന്നുന്നെന്ന് ഞാൻ കണ്ടാൽ 100% അവരെ വെച്ച് പരാതി കൊടുക്കും. ഈ കുട്ടികളുടെ പേരിൽ പരാതി കൊടുക്കും. ഒരു സംശയം വേണ്ട, എന്നെ നിങ്ങൾക്ക് ആക്ഷേപിക്കും. അഖിൽമാരാറാണല്ലോ ഇതുപോലുള്ള വെടലത്തരം വിളിച്ച് പറയുന്നത്. അതുകൊണ്ട് അഖിൽമാരാറിനെ തന്നെയല്ലേ വിമർശിക്കുന്നത്. ഞാൻ എവിടെയും കണ്ടിട്ടില്ല അഖിൽമാരാറിൻ്റെ വൈഫിനെ വിളിച്ചിരുത്തി അല്ലെങ്കിൽ വൈഫിനെ അപമാനിക്കുന്നതായിട്ട്. നിങ്ങൾ വിളിച്ച് പറയുന്ന വിഡ്ഢിത്തരത്തിന് നിങ്ങളെ അല്ലാണ്ട് പിന്നെ വൈഫിനെയും മക്കളെയും വിളിച്ച് വിമർശിക്കേണ്ട ആവശ്യമുണ്ടോ? ചിലപ്പോൾ ആൾക്കാർ പറയുന്നുണ്ടാവും, എന്താ വൈഫ് എന്ന് പറയുന്ന വ്യക്തി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ എങ്ങാണ്ടും പറഞ്ഞു കാണും. അല്ലാണ്ട് അവരെ മൊത്തത്തിൽ വിമർശിച്ചിട്ടൊരു വീഡിയോ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഇതൊക്കെ കഴിയുന്ന നിങ്ങൾ പറയുന്നത് പോലെ കഴിയണമെന്ന് എനിക്കില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ എന്നേ ഞാൻ പോയത്. അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫാമിലിയും ഫിനാൻഷ്യലി ആയാലും എനിക്ക് വളരെ സ്ട്രോങ് ഒരു ഫാമിലിയാണ് എനിക്കുള്ളത്. എനിക്ക് സഹിച്ച് ഇപ്പോൾ നിങ്ങൾ ഈ ഓരോരുത്തർ ഈ വീഡിയോസിലൊക്കെ പറയുന്ന പോലെ സഹിച്ച് അല്ലെങ്കിൽ അയ്യോ പാവത്തെ പോലൊന്നും ഞാനങ്ങനെ കഴിയത്തുമില്ല. എനിക്കങ്ങനെ കഴിയുന്ന ഒരു സിറ്റുവേഷൻസ് എനിക്ക് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. ചിലപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ വീട്ടിൽ കമ്മിയാവാം. നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ അമ്മയെ ട്രീറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നതോ ഒക്കെ നിങ്ങൾ കണ്ട് ആ ഒരു വിഷമത്തോടെ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ എന്നെ ഇങ്ങനെ പബ്ലിക്കായിട്ട് ഒരു ഷോയിലോ ഇൻ്റർവ്യൂവിലോ വന്നിട്ട് ഒരു ആനീസ് കിച്ചൺ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അവിടെ വന്നൊരു സമയത്ത് ഈ ലക്ഷ്മിയുടെ അടുത്ത് അഭിപ്രായം ചോദിച്ചപ്പോൾ അഖിൽമാരാറ് പറയുന്ന ഒരു ഡയലോഗുണ്ട്, അവൾക്ക് എന്ത് അഭിപ്രായം പറയാനുള്ളൂ, അവൾക്ക് സ്വന്തമായിട്ട് ഒരു അഭിപ്രായം ഇല്ല എന്നുള്ള രീതിയിൽ. ഇതൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ നോർമലായിട്ട് തോന്നുമായിരിക്കും, കാരണം നിങ്ങളിത് ശീലിച്ചു പോയി. അതുപോലെ ആയിരിക്കത്തില്ല ബാക്കി കാണുന്ന ആൾക്കാർക്ക് അത് തോന്നുന്നത്.
അതിനൊരു അവസരം ഉണ്ടാക്കിയിട്ട് തിരിച്ചു വന്നിട്ട് ഇങ്ങനെയൊക്കെ ഡയലോഗ് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അവസരം ഉണ്ടാക്കുന്നത് നിങ്ങൾ, അതിനെ ന്യായീകരിക്കുന്നത് നിങ്ങൾ. എപ്പിയുടെ സ്വഭാവം എങ്ങനെ മക്കളെ പറ? ഓടി വരുന്നത് അച്ഛാ ഓടിക്കോ രക്ഷപ്പെട്ടു ഓടി വരുന്നത് എപ്പി പറയാൻ എന്തെങ്കിലും കാര്യം അച്ഛൻ ചെയ്ത് കൊടുക്കാതിരുന്നുണ്ടോ? എന്തെങ്കിലും കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞാൽ 10 അടിച്ച് കൊണ്ടുവരും. അന്ന് എവിടെന്നെങ്കിലും വീട്ടുകളിൽ കരിയപ്പിലുണ്ടെങ്കിൽ കൊണ്ടുവന്നെന്ന് പറഞ്ഞപ്പോ ഒരു കരിയപ്പ് മൊത്തം ഓടിച്ചോണ്ട് കറിവേപ്പിലാണ് കാര്യം പറയാനല്ല എന്ത് പറഞ്ഞാലും തങ്കുവരുന്ന കമന്റ് വായിക്കണം. അത് കുഴപ്പമില്ല മക്കളെ. നമ്മളെ പറമ്പിൽ വന്ന് പട്ടികളെ തൂറി വെക്കാറില്ലേ? അതേ കണക്ക് കുറെ ആൾക്കാർ നമ്മൾ അവന് കോരി കളഞ്ഞിട്ട് അവന്മാരോട് ചന്തി ഇട്ട് പോകാൻ പറഞ്ഞാൽ മതി. അതുകൊണ്ട് അതൊന്നും മൈൻഡ് ചെയ്യണ്ട. പിള്ളേരെ പിടിച്ചിരുത്തിയിട്ട് പറയാൻ പറ്റിയ നല്ല സംസ്കാരമുള്ള ലാംഗ്വേജ്. കൊള്ളാം. നിങ്ങൾ മെനഞ്ഞാൽ ഏത് സിനിമ കാണാൻ പോയത്? വാഴ 2 കണ്ടോ? എത്ര മണി ആരൊക്കെ കാണാൻ പോയത് വാഴ 2? ആരൊക്കെയെന്ന് പറ. അച്ഛൻ വന്നോ? മക്കള് എത്ര മണിക്കാ പോയിട്ട് തിരിച്ചു വന്നേ? രാവിലെ രാത്രിയിലോ? മെനഞ്ഞാമിന്റെ തലയാണെന്ന് തോന്നുന്നു. വാഴ 2 ഇവർ ഒരുമിച്ചാണ് കാണാൻ പോയത്. അങ്ങനെ ഭാര്യയും മക്കളെയും വീട്ടിനകത്ത് തളച്ചിടുന്ന ഒരുത്തനാണെന്നുണ്ടെങ്കിൽ പാതിരാത്രിയില് എന്റെ ഭാര്യയ്ക്ക് 11 മണിക്ക് പോയിട്ട് ഭയങ്കര കാര്യമായിപ്പോയി. ഭാര്യയെ സിനിമയ്ക്ക് വിടുന്നതോ അല്ലെങ്കിൽ ഭാര്യയെ രാത്രി പുറത്ത് വിടുന്നതോ അല്ല ഇവിടെ വലിയ കാര്യമായിട്ട് പറയുന്നത്. അവർക്ക് അവരുടെ അഭിപ്രായം പറയാനുള്ള ഒരു സ്പേസ് കൊടുക്കുക. ഇതെല്ലാ ഇൻ്റർവ്യൂവിലും കയറിയിട്ട് അവരെന്തെങ്കിലുമൊക്കെ പറയാൻ വരുമ്പോൾ അതിന് തടയിട്ടുകൊണ്ട് പറയുന്നത് എവിടുത്തെ ന്യായമാണ് എന്നാണ് ചോദ്യം. എന്റെയും ഈ കുടുംബത്തിനകത്തും നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കണ്ടന്റാക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ അച്ഛനും അമ്മയും പാതിരാത്രിക്ക് കിടക്കുന്ന സമയത്ത് ഒളിക്യാമറ വെച്ചിട്ട് അത് കണ്ടന്റാക്കി ആഘോഷിക്കും. ചിലപ്പം അതിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ മനോഹരമായ പല വിധത്തിലുള്ള കണ്ടന്റുകൾ കിട്ടും. അതെടുത്ത് വെച്ച് നിങ്ങളെ കണ്ടന്റ് ഉണ്ടാക്കി സ്വന്തം വീടിൻ്റെ അകത്തുള്ള CCTV ക്യാമറ എടുത്ത് പുറത്തിടുന്നത് ഞങ്ങളല്ല അഖിൽമാരാറെ, അത് താനും തൻ്റെ വീട്ടുകാരുമാണ്. അത് ആദ്യം ആലോചിക്കണം. കുറെ എണ്ണത്തിന് ഒരു പണിയില്ലല്ലോ. ഏതെങ്കിലും ഒരുവൻ എങ്ങനെങ്കിലും കിടന്ന് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് രക്ഷപ്പെട്ടവനെ പറ്റി പറഞ്ഞ് ജീവിച്ച് തിന്നുന്ന ഇത്തുക്കണ്ണികളായി മാറരുത് നിങ്ങൾ. ഞാൻ മറ്റൊരാളെ പറഞ്ഞു ആക്ഷേപിച്ച് ജീവിതത്തിൽ രക്ഷപ്പെട്ടവനല്ല. പരാജയപ്പെട്ടാലും വിജയിച്ചാലും ഞാൻ സ്വന്തമായി ഒരു തിരക്കഥ എഴുതി സംവിധാനം ചെയ്തതിനു ശേഷം മലയാള സിനിമയിൽ ഒരു സംവിധായകനായതിനു ശേഷം നിരവധി ചാനൽ ചർച്ചകളിൽ ഭാഗമായി അതിന്റെ ആ ഒരു ഇമ്പാക്റ്റിൽ അങ്ങനെ ഒരു പ്രൊഫൈൽ സൃഷ്ടിച്ചതിന് ശേഷം ബിഗ് ബോസിൽ പോയി അവിടെ 100 ദിവസം നിന്ന് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ എന്നെ കണ്ട് ഇഷ്ടപ്പെട്ട് കൊള്ളാമെന്ന് മനസ്സിലാക്കി വോട്ട് ചെയ്ത് ജയിപ്പിച്ചിറങ്ങിയതിന് ശേഷം ഞാൻ എന്റെ സ്വന്തം കഴിവിലും എന്റെ അധ്വാനത്തിൽ മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അല്ലാതെ നാട്ടുകാരുടെ കണ്ടന്റ് ഡെയിലി എടുത്തു വെച്ചിട്ട് റിയാക്ട് ചെയ്തതിന്റെ പേരിൽ കോമാളിത്തരങ്ങളും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഉണ്ടാക്കി പോകുന്ന ഒരാളല്ല. അതുകൊണ്ടായിരിക്കും ഒളിവിലൊക്കെ പോയി തിരിച്ചു വരേണ്ട അവസ്ഥ വന്നതല്ലേ. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞിട്ട് ആരൊക്കെയോ ഒളിവിൽ പോയി എന്നൊക്കെ കേട്ടായിരുന്നു. പബ്ലിക്കായിട്ട് വരുന്ന സാധനങ്ങൾ മാത്രമേ റിയാക്ട് ചെയ്യുന്നുള്ളൂ. അല്ലാണ്ട് നിങ്ങളുടെ വീട്ടിലെ CCTV ക്യാമറ നമ്മൾ ഹാക്ക് ചെയ്തെടുത്തിട്ട് അവിടെ എന്തോന്ന് നടക്കുന്നു എന്ന് നോക്കിയിട്ട് ഞങ്ങൾ റിയാക്ട് ചെയ്യാറില്ല. അല്ല, അതിൻ്റെ ആവശ്യമില്ല. കാരണം CCTVയിലുള്ളതൊക്കെ എടുത്ത് പുറത്തിടുന്ന അഖിൽമാരാറും ഫാമിലി ആണല്ലോ. അല്ലാണ്ട് ഞങ്ങൾ വേറെ ഒളിക്യാമറ ഒന്നും വെച്ചിട്ടല്ല റിയാക്ട് ചെയ്യുന്നത്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിടുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. പബ്ലിക്കായിട്ട് വരുന്ന കാര്യങ്ങൾ മനസ്സിലായോ? നിങ്ങൾക്ക് അത്രയ്ക്ക് കുഴപ്പമാണെങ്കിൽ നിങ്ങൾ പബ്ലിക്കായിട്ട് റിയാക്ഷൻ ചെയ്യാതിരിക്കുക, വീഡിയോസ് ചെയ്യാതിരിക്കുക, ഇൻ്റർവ്യൂ കൊടുക്കാതിരിക്കുക. പ്രശ്നം തീർന്നില്ലേ? നിങ്ങൾ ഇൻ്റർവ്യൂ മറ്റും കൊടുക്കുന്നതുകൊണ്ടാണല്ലോ റിയാക്ഷൻ വരുന്നത്. നിങ്ങളത് ചെയ്യണ്ട. നിലപാടിൻ്റെ രാജകുമാരനായ നിങ്ങൾ ആദ്യൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുക. ഇത് ബിഗ് ബോസിൽ കയറുന്നതിനേക്കാളും വേദം തുണി പൊക്കുന്നതാണെന്ന് പറഞ്ഞു ബിഗ് ബോസിൽ പോയി. ഈ പാർട്ടി ഇപ്പം സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന പാർട്ടി കയറത്തില്ല എന്ന് പറഞ്ഞു. അതിൽ തന്നെ കയറി അങ്ങ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിരിക്കുന്നു. ഇത്രയും നിലപാടും കൊണ്ട് നടക്കുന്ന ചേട്ടൻ ആദ്യം ഏതെങ്കിലും ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കാൻ പഠിക്കുക. മക്കളുടെ സ്കൂളിൽ അച്ഛനെ പറ്റി എന്താ പറയുന്നത്? അച്ഛനെ പറ്റിയിട്ട് ആ സ്കൂളിലെ ടീച്ചർമാരൊക്കെ പിന്നെ ഈ പ്രൊഫൈലിൽ വന്നിട്ട് നിങ്ങളെ ഞാൻ ആരെയും ക്ഷണിച്ചു വരുത്തിയിട്ടില്ല. നിങ്ങൾക്ക് തെറി വിളിക്കണോ? നിങ്ങൾ നേരെ പോയിട്ട് നിങ്ങളുടെ ഉമ്മ വീട്ടിൽ കാണും, അല്ലെങ്കിൽ അമ്മ വീട്ടിൽ കാണും. ഒരു കാര്യം അവരെ പോയി തെറി വിളിച്ചു. ഈ പ്രൊഫൈലിൽ വന്നിട്ട് ഒരല്പം സാമാന്യ മര്യാദയുള്ളവനാണെന്നുണ്ടെങ്കിൽ 2 കുട്ടികൾ ഇതിനകത്ത് ഇരിപ്പുണ്ടെന്നും ആ കുട്ടികൾ ഇത് വായിക്കുമെന്നും പോലും തിരിച്ചറിയാൻ ശേഷിയില്ലാത്ത ഈ ബോധം ഉണ്ടാവേണ്ടത് പിള്ളേരെ വിളിച്ചിരുത്തി ലൈവ് ചെയ്യുന്ന അഖിൽമാരാറിനാണ്. ലൈവ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലിരിപ്പ് അനുസരിച്ച് ഇതുപോലെയുള്ള കാര്യങ്ങൾ കേൾക്കേണ്ടി വരും എന്നുള്ള ബോധം നിങ്ങൾക്ക് ഉണ്ടാവണമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പിള്ളേർ അവിടെ നിന്ന് മാറ്റണമായിരുന്നു. അതൊന്നും ചെയ്യാതെ കമൻ്റ് ഇടുന്ന ആൾക്കാരെ തെറി വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങളല്ലേ കൊണ്ടിരുത്തിയത്, അല്ലാണ്ട് ഈ കമൻ്റ് ഇടുന്നവന്മാരല്ലല്ലോ. അത്രയേറെ ഈ ഭൂമിയിലെ നികൃഷ്ട ജന്മങ്ങൾ കൊടുക്കാൻ നമ്മൾ എന്ത് മറുപടിയാ പറയുക? ഇനി പറയണി കുറെ നിന്റെ വിഷമം കണ്ടിട്ട് കുറെ ഇറങ്ങിയിട്ടുണ്ടോ? നീ ഒന്ന് പറ. നീ എന്താ ഒരക്ഷരം മിണ്ടാതിരിക്കുന്നത്? അല്ലെങ്കിൽ എന്റെ നെഞ്ചത്ത് കയറിയാണല്ലോ. നീ പറ. നിനക്ക് പറയാൻ പറ്റില്ല. ഞാൻ ലൈവ് വന്നത് നീ സംസാരിക്കും. നീയാണ് സംസാരിക്കേണ്ടത്. ഞാൻ ലൈവ് വന്നതിന്റെ കാരണം നീ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നമുക്ക് ക്ഷണിക്കുന്നതിനൊക്കെ കുറെ പരിധിയില്ലേ? കുറെ കിടക്കുന്ന കുറെ ആളുകൾ മാറ്റവളുമാർ ആരാണ് നമ്മുടെ കുടുംബത്തെ പറ്റി സംസാരിക്കാൻ? നീ അങ്ങോട്ട് പറ. ഈ ലോകത്തുള്ള കുടുംബങ്ങളെല്ലാം നശിച്ചില്ലാതായി കാണാൻ ആഗ്രഹിക്കുന്ന ഈ ഏപ്രാജി പട്ടികളെ ലോകം തിരിച്ചറിയണ്ടേ? നീ പറ.
അവളുമാര് നിന്റെ വിഷമം ഉണ്ടാക്കാൻ നടക്കും. നിനക്ക് എവിടെയാണ് നിനക്ക് എന്നെ കൊണ്ട് നിനക്ക് ഉണ്ടാക്കുന്ന വിഷമം എന്താണ്? നാളെ ഒരു കാര്യം ചെയ്യാം, ഇവിടെ നിന്റെ അടുത്ത് വരും, നീയൊക്കെ എന്റെ നന്നാക്കും. എന്ത് സഹിക്കുന്നതിനൊക്കെ പോയ മര്യാദ വേണ്ടേ? നമ്മൾ ഉൾക്കൊള്ളുന്ന ഒരു മര്യാദ വേണ്ടേ? നമ്മൾ ഒരാൾ ഒരു വിഷയം പറഞ്ഞാൽ അത് തിരുത്തുന്ന ഒരു വിഷയമായിരിക്കണം സംസാരിക്കേണ്ടത്. വീടിനുള്ളിൽ സന്തോഷത്തോടുകൂടി കഴിയുന്ന ഒരു കുടുംബത്തെ പറ്റിയിട്ട് നിങ്ങൾ വന്നിരുന്ന കണ്ടന്റ് ഉണ്ടാക്കുമ്പോൾ സന്തോഷത്തോട് കഴിയുന്ന ഒരു ഭാര്യ അവളുടെ ഉള്ളിലേക്ക് നിങ്ങൾ എന്ത് ചേഞ്ചാണ് അപ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ലൈവിൽ ആ പിള്ളേരെ വിളിച്ചിരുത്തിയിട്ട് പറയുന്ന രീതിയാണ്. എനിക്ക് തോന്നുന്നു അഖിൽമാരാറിൻ്റെ വീഡിയോസ് അഖിൽമാരാറിന് തന്നെ കണ്ടപ്പോൾ ചില സംശയങ്ങൾ കാണാൻ തോന്നുന്നു. ഭാര്യയ്ക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ അതായത് കമൻസ് വരുമല്ലോ, ആ കമൻസ് കണ്ടിട്ടേ അതിനുള്ള എക്സ്പ്ലനേഷനാണോ അല്ലെങ്കിൽ ഞാൻ പെർഫെക്റ്റ് ആണോ എന്ന് കാണിക്കാനുള്ള തത്രപ്പാടാണോ എന്തോ. കുട്ടികളുടെ വിളിച്ചിരുത്തി ലൈവ് എടുത്തിട്ട് ഇമാതിരി തെറി വിളിക്കുന്നത് കൊള്ളാം അഖിൽമാരാറ്, എന്തായാലും കൊള്ളാം. എനിക്കത് അങ്ങ് ഇഷ്ടപ്പെട്ട കേട്ടോ. ആരെങ്കിലും വിളിച്ചിട്ട് പല ചൈൽഡ് ലൈനിൽ എന്തെങ്കിലും കേസ് കൊടുക്കാവോ? പിള്ളേരെ വിളിച്ചിരുത്തി ഇമാതിരി വൃത്തികേട് കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അമ്മാതിരി ഡയലോഗാണല്ലോ ലൈവിൽ ഇരുന്നിട്ട് പറയുന്നത്. ആദ്യം നിങ്ങൾ എന്തുവാണോ പറയുന്നത് അത് നിങ്ങൾക്കൊരു ബോധം ഉണ്ടാവണം. നിങ്ങൾ ഓരോ ഇൻ്റർവ്യൂ പോയിരുന്നിട്ട് ഓരോ വൃത്തികേടുകൾ വിളിച്ച് പറയുമ്പം അതിൻ്റെ പിറകെ വരുന്ന റിയാക്ഷൻസ് ഫേസ് ചെയ്യാനുള്ള ചങ്കൂറ്റുണ്ടാവണം. അല്ലാണ്ട് അതിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് വേറൊരു വീഡിയോ ചെയ്യുക, അതിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് വേറൊരു ലൈവ് ഇടുക, പോസ്റ്റ് ഇടുക, ഇതൊക്കെ അല്ല ചെയ്യേണ്ടത്. തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട് പറഞ്ഞതവിടെ തീർന്നു. അതൊന്നും ചെയ്യത്തില്ല, ഇരുന്ന് അങ്ങ് വെളുപ്പിക്കാൻ നോക്കും, വീണ്ടും എയറിൽ കയറും. ശരി എന്നാൽ.